ഫോക്സ് വാഗൻ എന്ന ബ്രാൻഡിന് അതിന്റെ എഞ്ചിനീയറിംഗ് എക്സ്പേർട്സ് കാരണം ലോകം മുഴുവൻ ആ വാഹനത്തിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഫോക്സ് വാഗൻ എന്ന ബ്രാൻഡിനെ അത്രയധികം ഇഷ്ടപ്പെടുന്നവരും കുറവല്ല. ക്വാളിറ്റിയുടെ സിമ്പിൾ ആയിട്ടാണ് ഫോക്സ് വാഗനെ പലരും കാണുന്നത്. ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ ഫോക്സ് വാഗൻ അത്രയധികം ഡോമിനന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം. ഇൻഫാക്ട് പല ചൈനീസ് കാർ മാനുഫാക്ചേഴ്സും ഈവൻ ഇന്ത്യൻ കാർ മാനുഫാക്ചേഴ്സും EV പ്ലാറ്റ്ഫോം ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ചൈനീസ് കമ്പനികളായിട്ടുള്ള BYD, നിയോ പോലുള്ള ബ്രാൻഡുകൾ EV പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മുഖ്യമായ കാരണം അവരുടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം തന്നെ ഇലക്ട്രിക് കാറുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഇന്റേണൽ കംപ്രഷൻ എഞ്ചിൻ നിർമ്മിക്കുന്ന ഫോക്സ് വാഗൻ കാറുകളെക്കാൾ വളരെയധികം അഡ്വാൻറ്റേജ് ആണ് BYD പോലുള്ള കാർ ബ്രാൻഡുകൾക്കുള്ളത്. ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സ് പോലുള്ള ബ്രാൻഡുകൾ ക്വിക്ലി ഇലക്ട്രിക് ടെക്നോളജിയെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സക്സസ് ആയിട്ടുള്ള നെക്സോൺ, പഞ്ച് പോലുള്ള കാറുകൾ ഇന്ന് മാർക്കറ്റിൽ സുപ്രീം പൊസിഷനിലാണ് നിൽക്കുന്നത്. ഫോക്സ് വാഗൻ പോലെ ലോകം മുഴുവൻ കൊടികെട്ടിപ്പാറിയ ഒരു വാഹന നിർമ്മാണ കമ്പനി ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര പോലുള്ള ബ്രാൻഡുകളുടെ മുന്നിൽ EV പ്ലാറ്റ്ഫോം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. കാരണം അത്രയധികം ടെക്നോളജിയോടുകൂടിയാണ് ടാറ്റയും മഹീന്ദ്രയും EV കാറുകളെ നിരത്തിലേക്ക് എത്തിക്കുന്നത്. മുന്നേ തന്നെ ഫോക്സ് വാഗനും മഹീന്ദ്രയുമായി പല റൗണ്ട് ഓഫ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ അത് അത്രമാത്രം പോസിറ്റീവായിട്ട് പോയിരുന്നില്ല. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് JSW ഗ്രൂപ്പോടെ ചേർന്നുകൊണ്ട് എമർജിംഗ് EV മാനുഫാക്ചറിംഗും പ്ലാറ്റ്ഫോമുകൾ ഷെയർ ചെയ്യുന്നതിനും വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഫോക്സ് വാഗൻ ഗ്രൂപ്പ് ഇത്രയധികം EV രംഗത്ത് നിന്ന് പുറകിലേക്ക് പോയതിന് കാരണം അവരുടെ ഇന്റേണൽ കംപ്രഷൻ എഞ്ചിന്റെ ലെഗസി കൊണ്ടാണ് എന്ന് തന്നെ പറയാം. ഓൾറെഡി എഞ്ചിൻ ഡെവലപ്മെന്റിന് വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ വളരെയധികം പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോക്സ് വാഗൻ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കാറുകളിലേക്ക് എപ്പോൾ മൂവ് ആവണം എന്നുള്ള ഡിസിഷൻ അവരെ കൊണ്ട് എടുക്കാൻ കഴിയാതെ പോയി. മാത്രമല്ല 2015 എമിഷന്റെ പേരിലുള്ള വലിയൊരു പ്രശ്നത്തിലും ഫോക്സ് വാഗൻ ചെന്നെത്തുകയുണ്ടായി. അതേപറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കാറുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക പല കൺട്രികളിലും ഫൈനായിട്ട് അവർക്ക് നൽകേണ്ടതായി വന്നു. ഉടൻ തന്നെ ഫോക്സ് വാഗന്റെ ഓൺ MEB പ്ലാറ്റ്ഫോം വരുന്നതായിരിക്കും. ID3, ID4 എന്ന ഹാച്ച് ബാക്കിനെയും കോൺസെപ്റ്റ് ലെവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ MEB പ്ലാറ്റ്ഫോമിന്റെ സ്കെയിലബിലിറ്റി ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റിൽ എത്രമാത്രം വർക്കൗട്ട് ആകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവർ ആശയക്കുഴപ്പത്തിലാണ്. ഈ എല്ലാ കാര്യങ്ങളും ഓവർകം ചെയ്തുകൊണ്ട് മഹീന്ദ്രയോടും ടാറ്റയോടും ചേർന്നുകൊണ്ട് EV വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഫോക്സ് വാഗൻ കാത്തുനിൽക്കുകയാണ്. EV വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഫോക്സ് വാഗന്റെ കൂടെ ടാറ്റയോ മഹീന്ദ്രയോ ചേരുകയാണെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻസിയോടെ കുറഞ്ഞ വിലയിൽ തന്നെ ഇലക്ട്രിക് കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെക്നോളജി ഫോക്സ് വാഗന് ലഭിക്കും. ബോഡി ഷെല്ലും ഇന്റീരിയറും എഞ്ചിനീയറിംഗും മാത്രം ഫോക്സ് വാഗൻ ചെയ്യും. കോർ എഞ്ചിനീയറിംഗ് ടാറ്റയോ മഹീന്ദ്രയോ ചെയ്തു നൽകും. ഇതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഫാസ്റ്റ് ആയിട്ട് ഇലക്ട്രിക് കാറുകളെ ഫോക്സ് വാഗന് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മാത്രമല്ല ഫോക്സ് വാഗന്റെ പ്രോഫിറ്റബിലിറ്റിയും സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അതുവഴി സാധിക്കും. എന്തായാലും ഫോക്സ് വാഗൻ എന്ന ഇത്രയും വലിയ ഓട്ടോമോട്ടീവ് ജയന്റ് കറക്റ്റ് ടൈമിൽ ഇലക്ട്രിക് കാറുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്തത് കാരണം ഇത്തരം ഒരു അവസ്ഥയിലേക്ക് വന്നു നിൽക്കുന്നു. ഫോക്സ് വാഗന്റെ ഈ അവസ്ഥയെപ്പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. മാത്രമല്ല ടാറ്റയും മഹീന്ദ്രയും എത്രമാത്രം വളർന്നു എന്നുള്ള കാര്യവും നിങ്ങളുടെ അഭിപ്രായമായി ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഹൃദയം നിറഞ്ഞ വണക്കം.